കൗൺസിലർ ആർ ശ്രീലേഖയുമായുള്ള ഓഫീസ് തർക്കത്തിന് പിന്നാലെ വി കെ പ്രശാന്ത് MLA ഓഫീസ് മാറുന്നു. കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിയും. മരുതുംകുഴിയിലെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റമുണ്ടാകും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേർന്നു. പ്രശാന്ത്, ഇങ്ങനെയൊന്നും അല്ലല്ലോ വി കെ പ്രശാന്ത് പറഞ്ഞത്. ഞാൻ എവിടെ ഇരിക്കുന്നോ അവിടെ തുടരും, അതിനി ആര് വന്നാലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ വലിയ വിടുവായത്തം പറഞ്ഞു. ഇപ്പോൾ എന്തുകൊണ്ട് മാറ്റം? കൃഷ്ണരാജ് കോർപ്പറേഷൻ കെട്ടിടവുമായി ബന്ധപ്പെട്ട ഓഫീസ് തർക്കം നിലനിന്നിരുന്നു. ആ സമയത്തെല്ലാം വി കെ പ്രശാന്ത് പറഞ്ഞിരുന്നത് ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ, ഞാൻ നിൽക്കുന്നത് കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ നിന്നാണ്, ഇവിടെ നിന്നും മാറില്ല എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മാറാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് MLA നമ്മളോട് പറയുന്നത്. സാധനങ്ങളെല്ലാവരും ഇവിടെ നിന്ന് മാറ്റി തുടങ്ങിയിരിക്കുന്നു. കൗൺസിലർ ശ്രീലേഖയുമായി ആയുള്ള തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. MLAയും പറയുന്നത് അത് തന്നെയാണ്. നിലവിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നും പറയുന്നു. ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്നും MLAയുടെ സ്ഥാപനങ്ങൾ ഓരോന്നും മരുതൻകുഴിയിലെ മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് MLA പറയുന്നത്. എന്തായാലും ഏറെ വലിയ രീതിയിൽ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഒരു വിഷയമായിരുന്നു ഈ ശാസ്തമംഗലത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട്. കോർപ്പറേഷൻ ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിൽ MLAയുടെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ വാടക കുടിശ്ശിക പോലും വരുത്തിക്കൊണ്ടായിരുന്നു MLA അവിടെ ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ആർ ശ്രീലേഖ ഓഫീസുമായി ബന്ധപ്പെട്ട ഓഫീസ് തനിക്ക് വിട്ടുതരണമെന്നൊരു സ്വകാര്യ ആവശ്യം സ്വകാര്യമായി തന്നെ പറഞ്ഞപ്പോൾ അതിനെ വലിയ രീതിയിൽ വാർത്തയാക്കിയതും വി കെ പ്രശാന്താണ്. മാത്രമല്ല, അത്തരത്തിൽ വലിയ രീതിയിൽ വാർത്തയാക്കുകയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലടക്കം പറഞ്ഞുകൊണ്ട് ഈ കൗൺസിലറെ തന്നെ ആക്ഷേപിക്കുന്നതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സ്ഥലപരിമിതി മൂലമായിരുന്നു ഈ കൗൺസിലർ ശ്രീലേഖ ഇത്തരത്തിൽ ഓഫീസ് റൂം തനിക്ക് വിട്ടുതരണമെന്ന് പറയുന്നത്. എന്നാൽ അതിനെ മറ്റൊരു രീതിയിലേക്ക് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടെല്ലാം വി കെ പ്രശാന്ത് വലിയ രീതിയിൽ വീരവാദങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു. താൻ പണമടച്ചിട്ടാണ് ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്, ഇവിടെ നിന്ന് മാറില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും വലിയ രീതിയിൽ വീരവാദം മുഴക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ അതിനുശേഷം ഈ വാടക കുടിശ്ശിക അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരികയും അതെല്ലാം പിന്നീട് വാർത്തയാക്കുകയും ട്രോളുകളാകുകയും വി കെ പ്രശാന്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനം ഉയർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വാടക കെട്ടിടം ഒഴിയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിൽ കെട്ടിടം ഒഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. MLAയുടെ ഓഫീസിലെ സാധനങ്ങളെല്ലാം ഘട്ടം ഘട്ടമായിട്ട് മറ്റൊരു കെട്ടിടത്തിലേക്ക്, മരുതൻകുഴിയിലെ മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ അടുത്ത സമയത്തുണ്ടായ ഒരു സംഭവമായിരുന്നു കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ ഓഫീസുമായി ബന്ധപ്പെട്ട്. ശാസ്തമംഗലത്ത് കൗൺസിലറായി തെരഞ്ഞെടുത്തതിനു ശേഷം ആർ ശ്രീലേഖ ഓഫീസിൻ്റെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിയെ ഈ സ്ഥലം തനിക്ക് തരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ സ്വകാര്യമായിട്ടാണ് വി കെ പ്രശാന്ത് MLAയോട് പറയുന്നത്. എന്നാൽ വി കെ പ്രശാന്ത് MLA ഈ വിഷയത്തെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയും മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ ഒരു തികച്ചും സ്വകാര്യ സംഭാഷണത്തിൽ നടത്തിയ കാര്യത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ തുടർന്ന് വലിയ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് MLAയുടെ ഭാഗത്തുനിന്നുള്ള തെറ്റുകൾ ഓരോന്നും പുറത്തു വരികയും MLA കോർപ്പറേഷൻ ബിൽഡിംഗ് ഉപയോഗിച്ചത് വെറും തുച്ഛമായ തുകയ്ക്കായിരുന്നു, ആ തുക പോലും കുടിശ്ശിക വരുത്തിക്കൊണ്ടായിരുന്നു ഈ കെട്ടിടങ്ങൾ ഉപയോഗിച്ചത്. അതുമാത്രമല്ല, ഈ MLA കെട്ടിടവുമായി ബന്ധപ്പെട്ട ഓഫീസ് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം മാത്രമാണ് തുക അടയ്ക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൻ്റെ ബിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ തർക്കം നിലനിന്നിരുന്നു. ആ തർക്ക സമയത്തും വി കെ പ്രശാന്ത് MLA പറയുന്നത് എന്തായാലും ഈ ഓഫീസ് കെട്ടിടം ഒഴിയാൻ താൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, MLA വി കെ പ്രശാന്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയായിരുന്നു MLA ഹോസ്റ്റലുള്ളത്. ആ MLA ഹോസ്റ്റലിൽ അതിൻ്റെ റെനോവേഷൻ അടക്കം ഈ വി കെ പ്രശാന്ത് MLAയുടെ നേതൃത്വത്തിൽ MLA വാശി പിടിച്ച് നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നിട്ടും ആ MLA ഹോസ്റ്റൽ പോലും ഉപയോഗിക്കാതെ ഈ കോർപ്പറേഷൻ ബിൽഡിംഗിൽ താമസിക്കുകയായിരുന്നു. താനാണ് ഈ കോർപ്പറേഷൻ തൻ്റെ മേയർ സ്ഥാനത്ത് ആയിരുന്ന സമയത്താണ് കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടെ തന്നെ പ്രവർത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു പിടിവാശി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നു. MLA സംസാരിക്കുമ്പോൾ MLA പറയുന്നത് നിലവിലെ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം മണ്ഡലത്തിൽ MLA ഹോസ്റ്റലിൽ 2 മുറികൾ ഉണ്ടായിട്ടും കോർപ്പറേഷൻ ഓഫീസിൽ കടിച്ചു തൂങ്ങാനായിരുന്നു വി കെ പ്രശാന്ത് ശ്രമിച്ചത്.
അത് വലിയ വിവാദമായപ്പോഴാണ് ഞാൻ വാടക നൽകിയിട്ടാണ് അവിടെ തുടരുന്നത് എന്ന് പറയുന്നത്. പക്ഷേ വാടക തുക വാർത്ത വന്നതിന് ശേഷമാണ് അടച്ച് ക്ലോസ് ചെയ്തത് എന്നോർക്കണം. മറ്റ് എം എൽ എമാരെല്ലാം ഒന്നുകിൽ MLA ഹോസ്റ്റൽ അല്ലെങ്കിൽ മണ്ഡലത്തിനുള്ളിൽ മറ്റൊരു വീടോ അങ്ങനെ എന്തെങ്കിലും ഓഫീസോ മറ്റോ എടുത്ത് അവിടെ തങ്ങി അവിടുത്തെ ജനങ്ങളുടെ പരാതികൾ കേട്ട് പരിഹരിക്കാൻ ശ്രമിക്കലാണ് പതിവെന്ന് ആ വിവാദ സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ അതിനുശേഷവും ഞാനൊരു MLA ആണ്, എന്നോട് സംസാരിക്കുന്നത് കൗൺസിലറാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ VK പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിപ്പോൾ പിൻവാങ്ങുന്നു. എന്തുകൊണ്ടെന്നൊരു ചോദ്യമുണ്ടല്ലോ. അതായത് ശബരിനാഥൻ പ്രതികരിച്ചു ഈ വിഷയത്തിൽ, ശ്രീലേഖ പ്രതികരിച്ചു, BJP ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണമുണ്ടാക്കി. ഇതിപ്പോൾ നാണം കെട്ടൊരു പിന്മാറ്റമല്ലേ? അല്ലെങ്കിൽ ഞാനിവിടെ തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഇത്രനാൾ തുടർന്നത് തെറ്റായിപ്പോയെന്ന സമ്മതമോ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു നാണംകെട്ട പിന്മാറ്റം തന്നെയാണ് MLA ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. MLA ഭാഗത്ത് ഉണ്ടായത് തെറ്റാണെന്ന് സൂചിപ്പിച്ചതിന് കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. ശബരിനാഥ് മുൻ MLA അടക്കമുള്ള ശബരിനാഥും ഇപ്പോൾ കൗൺസിലുമായ ശബരിനാഥ് അടക്കമുള്ളവർ ഇത്തരത്തിൽ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല BJPയും വലിയ രീതിയിൽ ഇതിലൊരു പ്രതികരണം നടത്തിയിരുന്നു. കാരണം MLA ഭാഗത്തുണ്ടായിരിക്കുന്നത് തെറ്റാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഉപയോഗം, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ പൂർണ്ണമായും താഴത്തെ നിലയിൽ പ്രവർത്തിക്കേണ്ടത് അത് കൗൺസിലർക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന മുറികളാണ്. ആ മുറികളിൽ ഒരു മുറി മാത്രമാണ്. അതിൽ വലിയ സൗകര്യം പോലും ഇല്ലാത്തൊരു മുറിയിലാണ് കഴിഞ്ഞ BJP കൗൺസിലർ പോലും പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ മുറി പ്രവർത്തിക്കുന്നത്. MLA ഒരു ഭൂരിഭാഗം മുറികളും MLA കയ്യേറി MLAയുടെ ആളുകളും അടക്കമുള്ളവരാണ് ഇവിടെ പ്രവർത്തിക്കുക ഓഫീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയും മാത്രമല്ല 2 മുറികൾ MLA ഹോസ്റ്റലിലെ നിളയിലെ 31, 32 2 മുറികൾ, ആ 2 മുറികളും ഈ VK പ്രശാന്ത് MLAയുടേതാണ്. ആ മുറികൾ ഉണ്ടായിട്ട്, അത് സ്വന്തം മണ്ഡലത്തിൽ വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള മുറികൾ ഉണ്ടായിട്ട്, അവിടേക്ക് ജനങ്ങൾക്ക് എത്താനുള്ള സൗകര്യമുണ്ടായിട്ട്, നമുക്കറിയാം ഈ വട്ടിയൂർക്കാവിൻ്റെ പരിസരത്ത് നിന്നും എവിടെ വേണമെങ്കിലും ആളുകൾക്ക് എത്താൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലമെന്ന് പറയുന്നത് MLA ഹോസ്റ്റൽ ആണെന്നിരിക്കെ അവിടെ നിന്നും ഒരുപാട് ദൂരം മാറിയിട്ടാണ് ഈ ശാസ്തമംഗലത്തെ ബിൽഡിംഗ് MLA എടുത്തിരിക്കുന്നത്. ഈ ഓഫീസിലേക്ക് MLA ഓഫീസ് മുറികൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തത് അതെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും MLA കൗൺസിലർ R ശ്രീലേഖയെ തള്ളിപ്പറയാനും ആ ശ്രീലേഖയെ കുറ്റപ്പെടുത്താനുമാണ് സമയം കണ്ടെത്തിയത്. താൻ MLA ആണ്, പ്രോട്ടോകോൾ മറികടന്നുകൊണ്ടാണ് R ശ്രീലേഖ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രോട്ടോകോൾ പറഞ്ഞുകൊണ്ട് MLA സമയം കണ്ടെത്തിയതും അതോടൊപ്പം തന്നെ R ശ്രീലേഖയെ കുറ്റപ്പെടുത്താനും അതോടൊപ്പം തന്നെ ആക്ഷേപിക്കാനും എല്ലാമാണ് സമയം പല വേദികളിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലടക്കം വാർത്ത ബൈറ്റ് നൽകുമ്പോഴടക്കം ഇത്തരത്തിൽ പറഞ്ഞിരുന്നത്. ഇവിടെ നിന്നും ഒഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. കാരണം ഇത് തനിക്കുള്ള ബിൽഡിംഗ് ആണ്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് താൻ ഈ ബിൽഡിങ്ങിൽ ഇരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും ഒഴിയില്ല എന്ന് ശഠിക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഒടുവിൽ ആ വാശി പിൻവാങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിൽ MLA ഓഫീസ് ഒഴിയാൻ നോക്കൂ, ഒരു വിവാദത്തിൽ സജീവമായി നിൽക്കുന്നു. ശ്രീലേഖയുടെ ആവശ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കുന്നു. ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന് വാശി പിടിക്കുന്നു. ഒടുവിൽ അതിൽ നിന്നൊക്കെ പിന്മാറി മറ്റൊരിടത്തേക്ക് മാറുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. വട്ടിയൂർക്കാവിൽ വീണ്ടും VK പ്രശാന്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കഴക്കൂട്ടത്തേക്ക് മാറുമെന്ന് കേൾക്കുന്നുണ്ട്. നോക്കൂ, രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ഈ വിവാദത്തിലൂടെ നേരിടേണ്ടി വന്നു എന്ന തിരിച്ചറിവ് കൂടിയല്ലേ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഈ മാറ്റം? കൃഷ്ണരാജ്, അത്തരമൊരു കാര്യം കൂടി നിലനിൽക്കുന്നു. കാരണം നമുക്ക് നേരത്തെ
ഈ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വട്ടിയൂർക്കാവിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാരണം കഴക്കൂട്ടത്തേക്ക് മാറാനുള്ള സാധ്യതകളും തള്ളിക്കളയാനില്ല. കഴക്കൂട്ടത്ത് ഇത്തവണ കടകംപള്ളി സുരേന്ദ്രൻ സീറ്റ് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്തേക്ക് VK പ്രശാന്ത് പോകും. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തിരിച്ചടി തന്നെയാണ്. ഇത്തരം ഈ വിഷയത്തിൽ MLAയുടെ ഓഫീസ് ഈ ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ VK പ്രശാന്തിന് നേരെയുണ്ട്. VK പ്രശാന്തിൻ്റെ പരാമർശങ്ങൾ മാത്രമല്ല, ഇത് ഈ സമീപനം കൈകാര്യം ചെയ്ത രീതിയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കിടയാക്കിയത്. അതായത് ഒരു കൗൺസിലറിനെ, ഒരു വനിതാ കൗൺസിലർ ഒരു തികച്ചും സ്വകാര്യമായ രീതിയിൽ സ്നേഹത്തോടെ ഒരു സഹോദര ബുദ്ധിയോട് കൂടിയാണ് VK പ്രശാന്തിനോട് കാര്യം ആവശ്യം ഉന്നയിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ തൻ്റെ പരിമിതികൾ നമുക്കറിയാം, നേരത്തെ തന്നെ പല തവണ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗം ശ്രീയിലേക്ക് ഇരിക്കുന്ന സ്ഥലത്തെ പരിമിതികൾ, അവിടെ ഫയലുകളടക്കം ബാത്റൂമിൽ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താൻ തൻ്റെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. തികച്ചും ഇത്തരത്തിൽ ഉള്ളൊരു കാര്യം പറയുമ്പോൾ, അതായത് ഒരു സൗഹാർദ്ദപരമായിട്ട് ഒരു സഹോദരൻ്റെ തുല്യനായി കണ്ടുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ, ഒരു സ്ത്രീ എന്നുള്ള കൂടി ഒരു പരിമിതികൾ കൂടി ഇവിടെ ഇരിക്കുന്നതിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തികച്ചും ഒരു സ്വകാര്യമായി പറഞ്ഞ കാര്യത്തെ VK പ്രശാന്ത് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും വലിയ രീതിയിൽ ശ്രീലേഖയ്ക്കെതിരെ തിരിയാൻ, BJPക്കെതിരെ തിരിയാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ആ ശ്രമങ്ങളെല്ലാം നേരെ തിരിച്ച് VK പ്രശാന്തിലേക്ക് തന്നെയാണ് വന്നെത്തിയത്. അവസാനം ഇതിൻ്റെ സത്യാവസ്ഥ തെളിയുമ്പോൾ VK പ്രശാന്ത് MLAയുടെ ഭാഗത്താണ് കുറ്റം എന്നതടക്കമുള്ള കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കോർപ്പറേഷൻ ബിൽഡിംഗ് ഉപയോഗിക്കുമ്പോഴും പോലും അതിൻ്റെ താൻ വാടക കൊടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയുന്നു, പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു, വിവാദങ്ങൾക്ക് അവസാനമിടുക എന്നതാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും തോറ്റു പിന്മാറൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.